അതെ, ഞാൻ യോദ്ധാവൊന്നുമല്ല കേട്ടോ. പക്ഷേ അനേകം യോദ്ധാക്കൾ ഉപയോഗിച്ച വാളാണിത്. ഈ വാൾ മാത്രമല്ല, നിറയെ അത്ഭുതം തുളമ്പുന്ന കാര്യങ്ങൾ ഇന്നത്തെ അധ്യായത്തിലുണ്ട്. ചെറുകര തറവാട്. ആ തറവാട്ടിലെ ക്ഷേത്രത്തിൽ ഒരു യോദ്ധാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ യോദ്ധാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ ഉപദേവനെ പ്രതിഷ്ഠിച്ച ചെറുകര ക്ഷേത്രത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി, ആനിക്കാട്, പുല്ലുകുത്തി ചെറുകര തറവാട്ടിലാണ് നമ്മൾ ഹെറിറ്റേജ് ബൈറ്റ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എൻ്റെ കൂടെ ഈ തറവാട്ടിലെ മുതിർന്ന കാരണവർ ശ്രീ സുരേഷ് കുമാർ, സുരേഷ് സാറിൻ്റെ കൂടെ. സാർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു ക്രിസ്ത്യാനിയെ പ്രതിഷ്ഠിച്ച അമ്പലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം ഇപ്പം ഭയങ്കര ആകാംക്ഷയായിരിക്കും. കാര്യം ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സ് ഒരു മുസ്ലിമിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ പോയി. അത് മറ്റാരുമല്ല, എലന്തൂരുള്ള കായംകുളം കൊച്ചിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ക്രിസ്ത്യാനി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? അതിനുള്ളൊരു ഉത്തരമായിട്ട് ദേ ഞങ്ങൾ ഈ ആനിക്കാട്, മല്ലപ്പള്ളി ആനിക്കാടേക്ക് വന്നിരിക്കുകയാണ്. സാർ, ഈ ഉപദേവനായി ക്രിസ്ത്യാനിയെ പ്രതിഷ്ഠിച്ചത് എന്തുകൊണ്ടാണ്? എടപ്പള്ളി രാജവംശ ഭരണകാലത്ത് ആനിക്കാട് പ്രദേശത്ത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ, രാജപ്രഭുക്കന്മാർ ഈ ആനിക്കാട് ദേശത്തുള്ള ചെറുകര കുടുംബത്തിലേക്ക് 2 മഹാക്ഷേത്രങ്ങൾ ദാനമായിട്ട് നൽകിയിരുന്നു. ഈ ക്ഷേത്രങ്ങൾ ദാനമായിട്ട് നൽകുന്നതിനോടൊപ്പം 1000-ലധികം വിസ്തൃതിയിലുള്ള ഭൂപ്രദേശങ്ങളും രാജാവ് ഒഴിവായിട്ട് ഈ ചെറുകര കുടുംബത്തിലേക്ക് തന്നിരുന്നു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തിയുടെയും നിറവിൻ്റെയും വിശ്വാസത്തിൽ ഈ ദേശനിവാസികൾ ഒട്ടാകെ ആശ്രയിക്കുന്ന ഈ 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രവും അതിനോടനുബന്ധമായി തൊട്ട് ചേർന്നുള്ള ഈ കുടുംബത്തിൻ്റെ തന്നെ താഴെ തളത്തിൽ ഭഗവതി ക്ഷേത്രവും. തളത്തിൽ ഭഗവതി ക്ഷേത്രം. തളത്തിൽ ഭഗവതി ക്ഷേത്രം. ആ തളത്തിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്, അതായത് ക്രിസ്തീയ ആചാര പ്രകാരമുള്ള ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു വലിയച്ഛനെ, അല്ലെങ്കിൽ അതിന് വേറൊരു രീതിയിൽ പറഞ്ഞ ഒരു പിതാമഹനെ കുടിയിരുത്തിയിരിക്കും. നമ്മൾ കായംകുളം കൊച്ചുണ്ണിയുടെ അമ്പലത്തിൽ പോകുമ്പോൾ അദ്ദേഹം അവിടേക്ക് വന്നു എന്നൊക്കെ ഉള്ളൊരു വിശ്വാസവും അങ്ങനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുകയൊക്കെ ഉണ്ടായെന്ന് പറയാമെന്ന്. ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ഒരു ക്രിസ്ത്യൻ വല്യച്ഛനെ, ഒരു പിതാമഹനെ പ്രതിഷ്ഠിക്കാൻ കാരണം? അതായത് തിരുവിതാംകൂർ എടപ്പള്ളി രാജസ്വരൂപം, തിരുവിതാംകൂർ രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ധാരാളം യുദ്ധങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. അപ്പം ഈ യുദ്ധങ്ങൾ നടന്നിരുന്ന സമയത്ത് ചെറുകര കുടുംബത്തിലെയും അതുപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട 14 ശാഖകളടങ്ങിയ കല്ലൂപ്പറയാറ്റ്, കിഴക്കേക്കര, കരിമ്പനാമണ്ണ്, അങ്ങനെ 14 ശാഖകളടങ്ങിയ ആ കുടുംബത്തിലെ ഒരു വലിയച്ഛനും ഇവർ 2 പേരും കൂടെയാണ് അക്കാലത്തെ യുദ്ധത്തിന് പട നയിക്കുവാൻ വേണ്ടി പോയിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ യോദ്ധാക്കളാണ്. സുരേഷ് സാർ, അപ്പം ഇവര് യുദ്ധത്തിന് പോയി. അവിടെ വെച്ച് 2 പേരും, എന്ന് വെച്ചാൽ നമ്മുടെ ചെറുകരയിലെ വല്യച്ഛനും ഈ കല്ലൂപ്രയാറ്റ്, കിഴക്കേക്കര, കരിമ്പനാവണ്ടിയിൽ കുടുംബത്തിൽ നിന്നുള്ള, അല്ലെ, ആ കുടുംബത്തിലുള്ള വല്യച്ഛനും വീരചരമവും പ്രാപിച്ചു. പിന്നെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും അവരോടുള്ള ഭക്തിയോ അതോ അവരോടുള്ള ആ ഒരു അവരിലുള്ള കൊണ്ടാണോ? ഒരു നാടിനെ സേവിച്ച വീരയോദ്ധാക്കൾ, അവരോടുള്ള ഭക്തി, അവരിലുള്ള വിശ്വാസം, വീരചരമം പ്രാപിച്ചു. അവർ തിരിച്ചു വന്നിട്ടില്ല. അവരുടെ ഓർമ്മയ്ക്കായി
അവരുടെ ഒരു സാങ്കല്പിക രൂപം പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാകുന്നു ഈ രണ്ട് വിഗ്രഹങ്ങൾ. സാറേ, ഇത് തളത്തിൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണല്ലേ നിൽക്കുന്നത്? തളത്തിൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ്. ഈ നമ്മള് ഇതാണ് വല്യച്ഛന്മാരല്ലേ? ഇതാണ് വലിയച്ഛന്മാർ. ഇവിടെ നിൽക്കാമോ നമുക്ക്? തീർച്ചയായിട്ടും നിൽക്കാം. പ്രേക്ഷകർ കാണുന്നുള്ളത് അതാണ് കല്ലൂപ്പറയാറ്റ് എന്ന് കാണുന്ന കുടുംബത്തിന്റെ വലിയച്ഛൻ. അതാണ് ക്രിസ്ത്യൻ നാമധേയത്തിലുള്ള വല്യച്ഛൻ. ഇതാണ് ചെറുകര. അതെ, ആനിക്കാട്ട് ചെറുകര വല്യച്ഛന്. രണ്ട് രൂപങ്ങളും കാണാം. ചെറുകരയിലെ കുറച്ച് വേറൊരു തരത്തിലുള്ള കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് താരതമ്യേന കുറവാണ്. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും ഉണ്ട് വാളുണ്ട്, പരിചയമുണ്ട്, കുടുമിയുണ്ട്. യോദ്ധാവിന്റെ വേഷങ്ങളാണ്, കണ്ടില്ലേ? ഇത് ഏത് സമയത്താ ഈ വലിയച്ഛന്മാരെ നമ്മൾ ഓർക്കുക? ആ സമയത്ത് ഉള്ള പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ കറുത്ത വാവുന്ന നാളിലാണ് നമ്മൾ ഇവരെ ഓർക്കാറുള്ളത്. നമ്മൾ പണ്ട് ആചാരപ്രകാരം അവരുടേതായിട്ടുള്ള വിശേഷ പിതൃകർമ്മങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള ദിവസമാണ് കർക്കിടക മാസത്തിലെ വാവുബലിയൊക്കെ. അന്നേ ദിവസമാണ് ഇവരെ ഓർക്കാറുള്ളത്. ഇതിന്റെ ഇത് കുടുംബക്ഷേത്രമാണ്. പക്ഷേ ഇതിന്റെ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത് ആനിക്കാട് തൊട്ട് അടുത്ത് തന്നെയാണ് അല്ലേ? ഇവിടെ വന്നാൽ നമ്മുടെ ഈ ചെറുകര തറവാട് മുമ്പില് ചുറ്റും ക്ഷേത്രത്തിന്റെ ഈ മുറ്റം, ഇതിനകത്ത് വേറെ എന്തൊക്കെ കാഴ്ചകളുണ്ട്? ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ഞാൻ അവിടെ ഒരു മാളിക കണ്ടു. അത് പഴയ മാളികയാണോ? പഴയ മാളികയാണ്. എടപ്പള്ളി രാജാവ് വന്നിരിക്കുന്ന സ്ഥലമായിരുന്നത്. ജനങ്ങളുടെ ക്ഷമാന്വേഷണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ആ മാളികപ്പുരയിൽ ഇരുന്നിട്ടായിരുന്നു. സാർ, അപ്പൊ ഇതൊരു നാലുകെട്ടിന്റെ ഭാഗം മാത്രമാണ് ഇപ്പം. ഒരു നാലുകെട്ട് എന്ന് പറയുമ്പം അല്ലേ, നമ്മൾ ആ ഒരു അകത്തളം വേണം, എല്ലാം വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് തോന്നുന്നല്ലേ ഇത്? നാലുകെട്ടിനകത്ത് അകത്തളമുണ്ട്. ഇതിനകത്തുണ്ട്. അകത്തളമുണ്ട്, തുറക്കാത്ത അറയുണ്ട്. യുദ്ധ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന അറകളുണ്ട്. നെല്ല് സൂക്ഷിച്ചിരുന്ന അറകളുണ്ട്. ഈ നാലുകെട്ടിനകത്ത് പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു. അതായത് ശ്രീചക്രവും സന്താനഗോപാലവും പിന്നെ കളരി പരദേവതകളും ഈ നാലുകെട്ടിനുള്ളിലായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പം ഇവിടുന്ന് നമ്മളത് വെളിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുള്ള പുറത്തേക്ക് നമ്മൾ ഈ കാണുന്നത് അല്ലേ? എന്നിട്ടും നമ്മൾ ഇപ്പോഴും ഒരു നിലവറ ഞാൻ തുറന്നിട്ടില്ല. തീർച്ചയായിട്ടും തുറന്നിട്ടില്ല. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾക്കിവിടെ വരാം, പക്ഷേ ഈ കുടുംബത്തിൻ്റെയും ഇവിടുത്തെ എല്ലാം സ്വകാര്യതയെ ഒരു കാരണവശാലും ബാധിക്കുവാൻ പാടില്ല. നമുക്ക് ഇതിനകത്ത് കയറി ഒന്ന് കണ്ടാലോ? കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സൂക്ഷിച്ച് കയറണം. അന്ന് പുറത്തിറങ്ങാനും കയറാനും നന്നായിട്ട് ബുദ്ധിമുട്ടും എന്നുള്ളത് സത്യമാണ്. പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. ഏകദേശം ഇതിനൊരു കൂടിപ്പോയ ഒരു 4 അടി ഉയരം അല്ലേ? വളരെ ചെറിയ കട്ടളയും ചെറിയ വാതിലും. സാറേ, ഇത് നിധി ഒളിപ്പിച്ച് വെച്ചേക്കാൻ തോന്നുന്നു കേട്ടോ. അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത്. എന്റെ ആദ്യം നിങ്ങൾ പ്രേക്ഷകർ കാണണം കേട്ടോ. ഇത് സാർ ഒരു പിരിയൻ, അതായത് ഈ നാലുകെട്ടിനെ ഏറ്റവും ബലപ്പെടുത്തുന്ന ആ വളയാണത്. കഴുക്കോലെ ബന്ധിപ്പിക്കുന്ന വളയാണ്. വളയെന്നാണ് കഴുക്കോൽ എന്ന് പറയുന്നത്. ഇതാണ് ആ കഴുക്കോലിനെ ബന്ധിപ്പിക്കുന്ന വളയാണ്. അത് പിരിയൻ വളകളാണ്. അവിടെ എല്ലാം നല്ല ഇരുട്ടാണ്. നല്ല ഞർക്കിയിലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഞർക്കിയിൽ ഒരുപാടുണ്ട്. ചെറിയ കാത്തു സൂക്ഷിക്കുന്നത് ചെറിയ കടവാവലുകൾ. ഇത് ത്രാസാണോ? അത് പഴയ കാലത്ത് ത്രാസാണല്ലേ? ത്രാസ്, വിളക്കുകള്, ഭരണികൾ. അതിൽ വിളക്കുകളാണ് കേട്ടോ നമ്മളെ വിളക്കുകൾ മാത്രമല്ല, എല്ലാം അതിശയം കൊള്ളുന്നതാണ്. അന്നത്തെ വലിയ വലിയ ചട്ടുകങ്ങള്,
ഈ വിളക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ സാറേ? വിളക്കുകൾ ധാരാളം വിളക്കുകളുണ്ട്. ഇത് ആലി വിളക്കെന്ന് പറയും. എന്തത്? ആലി വിളക്കെന്ന് പറയും. ആലി വിളക്ക്. അതെ, അത് മൊത്തം 101 തിരികൾ അതിനകത്ത് കാണും. 101. ഇതൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇത് പിന്നെ മംഗല്യ വിളക്ക് എന്ന് പറയും. മംഗല്യ വിളക്ക്. ഇത് പഴയ കാലത്ത് വിവാഹമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ അഷ്ടമംഗല്യ വിളക്കെന്ന് ഇതിനെ സൂചിപ്പിക്കാം. ഇതും വിളക്കാണോ? ഇത് ചമയ വിളക്കെന്ന് പറയും. ചമയ വിളക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. ഞാൻ കിടക്കുന്ന അതെ, ഈ ചമയ വിളക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലെ ദൈവിക ചൈതന്യങ്ങൾ, അതായത് കണ്ടില്ലേ, ഒരു സരസ്വതി ദേവിയുടെ രണ്ട് ഭാഗത്തും ആനയുടെ രൂപങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. താലി എന്താണ്? ഈ താലിയുടെ ഉദ്ദേശം വിവാഹ കാര്യങ്ങൾക്ക്. ഇതിനൊക്കെ എത്ര വർഷം പഴക്കമാണ് സാർ? ഏകദേശം ഞാൻ അത് ചോദിച്ചില്ല ഇതുവരെ. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ? 1000-നോടടുത്ത വർഷം, 1000 വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പണ്ഡിത മതം എന്ന് പറയപ്പെടുന്നു. ഇത് എന്ത് വിളക്കാണ്? ഇത് 3 വിളക്കാണ്. 3 വിളക്കാണ്. അതൊന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കവര വിളക്കെന്ന് പറയാം. കവര വിളക്ക്. ഇതാണോ ശരിക്കും മുൻവശം നമ്മൾ കയറി വന്നത് തന്നെയാണ് മുൻവശം. അതാണ്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ഒരു റൂം കാണാം. അവിടുന്ന് അവിടേക്ക് ഒരു വഴി, ഇവിടേക്ക് ഒരു വഴി, മേളിലൊരു ഭാഗമുണ്ട്. ഈ ഇവിടെ കയറുമ്പോൾ സാർ അതിനകത്ത് വിളക്ക് കാണാം. അത് ചെമ്പക വിളക്കെന്ന് പറയും. അത് രാജാക്കന്മാര് പാരിതോഷികന്മാരായിട്ട് നമുക്ക് തന്നിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അതാ ചെമ്പക വിളക്കിൽ ഓരോ വിളക്കുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റെങ്ങും കാണാൻ പറ്റാത്ത വിളക്കുകളുടെ നിർമ്മിതി. ഒന്ന് ശിവലിംഗ വിളക്കാണ്. ശിവലിംഗ രൂപമുണ്ട്, എങ്ങും കാണാനായിട്ട് പറ്റില്ല. ഇത് വളരെ അപൂർവമാണ്. മറ്റേത് 2 വിളക്കുകളെന്ന് പറഞ്ഞാൽ താമരയാണ്. ആ താമരയുടെ രൂപമാണ് ഒരു വിളക്ക് കുത്തി 2 വിളക്കിലുണ്ട്. ആ താമര വിളക്കിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ദേവന്മാരുടെ രൂപങ്ങളൊക്കെ അതിൽ പതിച്ചിരിക്കുകയാണ്. എന്ത് കരവിരുതുകളാലാണ് അത് പതിച്ചിരിക്കുന്നതാണ്. ഇതിനകത്തെ കൊത്തുപണികളിലെല്ലാം തന്നെ ഒരു പ്രത്യേക, ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പഴയ വീടുകളൊക്കെ ചെല്ലുമ്പോൾ ഓരോ ഇടത്തും ഓരോ തരത്തിലുള്ള കൊത്തുപണികൾ. വളരെ ഈ കൊത്തുപണികൾക്കൊക്കെ വളരെ പ്രത്യേകതകളുണ്ട്. സാറ് നമ്മൾ കയറുമ്പോൾ 4 കെട്ടാണിതെന്ന് പറഞ്ഞു. പക്ഷെ പുറേ ഒരു നടുമുറ്റം ഉണ്ടാവും 4 കെട്ടിന്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നടുമുറ്റം ഇതിനകത്ത് കാര്യം ഒരു അങ്ങനെ ഒന്നായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും അതെന്തുകൊണ്ടായിരിക്കും? ഇത് പ്രാചീന കാലത്തുള്ള വിശ്വകർമാചാര്യരുടെ നിർമ്മിതിയാണിത്. ആ 4 കെട്ട്, അകത്തളം 4 കെട്ടിൻ്റെ ഭാഗത്താണ് ആ തുറക്കാത്ത നിലകൊള്ളുന്നത്. തുറക്കാതിരിക്കണേ പണ്ട് തൊട്ട് തുറക്കാതിരിക്കണമല്ലോ. അപ്പൊ തുറക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവിടെ? അത് വ്യത്യസ്തമായ ഒരു താഴിട്ടാണ് അത് പൂട്ടിയിരിക്കുന്നത്. ശില്പചാരുതയോടുകൂടി, കരവിരുതുകളോടുകൂടി, നമുക്കത് കാണാം അല്ലേ? മാന്ത്രിക കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കോൽത്താഴാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായിരിക്കും അതിനകത്ത്? എന്താണ് അതിനുള്ളിലുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ സാറ് പറഞ്ഞിരിക്കുന്ന മാന്ത്രിക കരങ്ങളാൽ അത് ബന്ധിച്ചിരിക്കുന്ന അങ്ങോട്ടേക്കൊന്ന് പോവാം. തീർച്ചയായിട്ടും നമുക്ക് കാണാം. അയ്യോ, ഇതാണ് സാറ് പറഞ്ഞ തുറക്കാത്ത മാന്ത്രിക സുരക്ഷ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഓക്കെ. അത് തുറക്കണമെന്നുണ്ടെങ്കിൽ യോഗീശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം. കോൽത്താഴ് എന്ന് പറയും. കോൽത്താഴ്. അതെ. ഓക്കെ. വളയങ്ങളുണ്ട് അതിനകത്തല്ലേ കുറച്ച്? അതായത് ഈ കോൽത്താഴ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഈ 3 പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ ഒരു ദണ്ട് കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകതരം താക്കോൽ ഉപയോഗിച്ച് നമുക്കിത് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഈ ദണ്ട് നമുക്ക് ആ ദണ്ട് ഊരിയെടുത്തതിന് ശേഷം ഈ
പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ 3 ഭാഗങ്ങൾ ഒരുപോലെ തിരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നിന്നതിൻ്റെ സാക്ഷ മാർക്കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അത് തുറക്കാൻ പറ്റൂ. ഇപ്പൊ സാക്ഷി ഇട്ട് വെച്ചേക്കാണോ? ഇപ്പം അത് പഴയ എങ്ങനെയാണോ ഇത് അങ്ങനെ നിജസ്ഥിതിയിലായിരുന്നു അതുപോലെ തന്നെ നിലകൊള്ളുന്നു. ഇപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. അതിലുപരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അറവാതിലിന് മുമ്പിൽ വളരെ പവിത്രമായ ഒരു വാള് വെച്ചിരുന്നു. സാറ് പറഞ്ഞിരിക്കുന്നത് ഈ വാളാണത്. തൊടാമോ? തീർച്ചയായും തൊടാം. കാലപ്പഴക്കം കൊണ്ട് ഈ വാളിൻ്റെ പിടികളൊക്കെ അങ്ങനെ ഇരുന്ന വാളാണ്, ജീർണിതാവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന വാളാണ്. ഒരിക്കലും ഈ വാൾ ഇവിടുന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഇവിടെയും വാളുണ്ട്. ഈ വാളുകൾക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമോ? തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കളരി ഉണ്ടായിരുന്നു ഇവിടെ. ആയോധന കളരി. അതാണ് അന്നത്തെ ആളുകളുടെ, അതായത് കൈകൾ. അന്നത്തെ ആളുകളുടെ കൈകൾ ഇതാ ഇതിനകത്ത് ഇറങ്ങി ചെല്ലുമായിരുന്നു. അതാണ് അന്നത്തെ താഴെ കുറെ ഇതുണ്ടല്ലോ, മുട്ടുകൾ പോലെ ഉണ്ടല്ലോ. അത് ആ നിർമ്മിതിയിലുള്ള അന്നത്തെ ഓരോ വാളിനും ഓരോ പ്രത്യേകത. ഇത് ശത്രുവിനെ പട നയിക്കുമ്പോൾ ശത്രുവിൻ്റെ ശരീരത്തിൽ ഈ വാള് കയറിയാൽ നമ്മളുടെ ആ വാള് കയറുന്ന എതിരാളിയുടെ ആ മുറി ഒരിക്കലും കൂട്ടിച്ചേരുകയില്ല. കണ്ട ഈ വാളിൻ്റെ നിർമ്മിതി കണ്ടില്ലേ? ഈ വാളെന്ന് പറയുന്നത് ശത്രു വരുമ്പോൾ നേരിട്ട് ആക്രമിക്കാനുള്ള വാളാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ കാണാം. ഓരോ വാളിനും ഓരോ പ്രത്യേകതകളുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളാണ് അല്ലേ? ഇതൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഇത് വളരെ പ്രത്യേകതയുള്ളൊരു വാളാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചു ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുന്ന വാളാണ്. ഇതാണ് പരിചയം അല്ലേ? ഇതാ പരിചയം. പരിചയുടെയൊക്കെ ശേഖരം ഒരു അഗ്നിബാധയുണ്ടായി. അങ്ങനെ ഈ പരിചകളും അതുപോലെ വിലപിടിപ്പുള്ള ഇതിലും വിലപിടിപ്പുള്ള വാളുകളും അതുപോലുള്ള പുരാവസ്തുക്കളും നശിച്ചുപോയി, എല്ലാം തീപ്പെട്ടു പോയി. ഒരു വേദനയുണ്ട്. സങ്കടം. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അവിടെയും ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു നിലവറ കാണാൻ പറ്റും. ചെറിയ തറവാട് എനിക്ക് തോന്നുന്നു അത്ഭുതങ്ങളുടെ ഒരു തറവാടാകും. ഇതിനകത്ത് കയറുമ്പോൾ ഇതുപോലെയുള്ള ഒട്ടനേകം തറവാട് കേരളത്തിൽ അങ്ങോട്ടും കൊണ്ട്. പക്ഷെ എന്നാൽ പോലും മല്ലപ്പള്ളി ആനിക്കാടിനെ അല്ലെങ്കിൽ ഈ ദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുകര എന്ന് പറയുന്ന ശരിക്കും ഇടപ്രഭുക്കന്മാരാണ് അല്ലേ? ഇടപ്രഭുക്കന്മാരെ അറിയപ്പെട്ടിരുന്നു. അപ്പം ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ തുറക്കാത്ത നിലവറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇനിയും വേറെ ചരിത്രങ്ങൾ ഇതിനെ പറയില്ല അല്ലേ? നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങുണ്ട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ. നമ്മൾ കണ്ടറിയാത്ത, നമ്മൾ കേട്ടറിയാത്ത എത്രയെത്ര പൈതൃക വിസ്മയങ്ങളാണ്, ചരിത്ര വിസ്മയങ്ങളാണ്, വിശ്വാസ വിസ്മയങ്ങളാണ് അല്ലേ നമ്മുടെ ചുറ്റും. അതെ, നമ്മൾ ചിലപ്പോൾ ഇതുവരെ രുചിച്ചറിയാത്ത ഒരു രുചി വിസ്മയത്തിലേക്ക് പോയാലോ? ചെറുകര ക്ഷേത്രത്തിലെ ക്രിസ്ത്യൻ ഉപദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മൾ കണ്ടല്ലേ? അത്ര വിസ്മയകരമായിട്ടുള്ള, നമ്മൾ ശരിക്കും നമ്മുടെ കേരളത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ആനിക്കാട് നിന്ന് യാത്ര തിരിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തലവടിയാണ് കേട്ടോ. തലവടി ഒരു കല്ലൂർ ഇല്ലത്തിലാണ്. ഇവിടെ നമ്മുടെ കൂടെ മറ്റാരുമല്ല, ദേവിപ്രിയ നമ്പൂതിരി, ദേവി ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി, ഹെറിറ്റേജ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. നല്ല ചിരിയാണ് ചേച്ചി. ഒരു സ്കൂൾ അധ്യാപികയാണ്. ഏത് സ്കൂൾ? തകഴി സ്കൂളിലെ അധ്യാപിക. ഏതാ വിഷയം? സബ്ജക്ട് ഫിസിക്സ് ആണ്. ഫിസിക്സ് ആണ്. ദൈവമേ, ഇവിടെ ഊർജ്ജതന്ത്രം. നമ്മൾ ഇന്ന് ഇവിടെ എന്ത് രുചി വിസ്മയമാണ്. നമ്മള് വാഴപ്പിണ്ടി കൊണ്ടുള്ള കിച്ചടിയാണ് വെക്കുന്നത്. വാഴപ്പിണ്ടി കൊണ്ടുള്ള കിച്ചടി. അപ്പം വാഴപ്പിണ്ടി സുലഭമാണ് അല്ലേ? അപ്പം ഇതാണ് വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമല്ലേ? എന്താണ് ദഹനത്തിന് അത്യുത്തമമായിട്ടുള്ളതാണ് വാഴപ്പിണ്ടി. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? ആദ്യം എന്താ പരിപാടി? അത് നമുക്ക് കടുക് വറുത്ത് വേവിക്കാം.
പച്ച വെളിച്ചെണ്ണ അല്ലേ? പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് അല്ലേ? വറ്റൽമുളക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം പിണ്ടിയിട്ട് നമ്മൾ വേവിക്കുക. ഓക്കെ. മഞ്ഞപ്പൊടി ഇടരുത്. മഞ്ഞപ്പൊടി ഇടരുത്. ഇടില്ല. ഓ. ഇനി ഉപ്പ് ചേർക്കുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക. ഓക്കെ. ചെറു തീയിലിട്ട് അടച്ച് വേവിക്കുക. എത്ര നേരം വേവിക്കേണ്ടി വരും? 5-10 മിനിറ്റ് ഒക്കെ മതി. 10 മിനിറ്റോ ചെറു തീയിലിട്ട് വേവിക്കുക. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം അല്ലേ? ആ. അപ്പം നമ്മുടെ വെന്ത് കാണും. വെന്ത് കാണും അല്ലേ? ഓക്കെ. അപ്പം അതൊക്കെ എടുത്ത് നോക്കാം. ആ ഒരു വെന്തിട്ടുണ്ട്. വെന്ത് കളറൊക്കെ ഒന്ന് മാറി അല്ലേ? വെന്തിട്ടുണ്ട്. ഓക്കെ. ഇതിലേക്ക് നമ്മൾ തേങ്ങ, നമ്മുടെ എരിവിനനുസരിച്ചുള്ള 1-2 പച്ചമുളകും പിന്നെ കടുക് അരച്ച് ചേർക്കണം. നമ്മുടെ തേങ്ങയും പച്ചമുളകും കടുകും ചേർത്ത് അരച്ച അരപ്പാണിത്. ഈ അരപ്പ് നമ്മൾ ചേർക്കാൻ പോകണം. അതെ. ഇപ്പൊ ചേർക്കോ? ഇപ്പൊ ചേർക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാം. ഒന്ന് തിളച്ചിട്ട് നമ്മൾ നിർത്തിയിടുക. ഇവിടെ കടുക് ഒരു രുചി പ്രധാനമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ 2 ഭാഗത്ത് കടുക് ചെയ്തു. കടുക് വറുത്തിനകത്ത് ഇട്ടു, അതുപോലെ അരച്ചതിനകത്ത്. നമുക്കിത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്തിയിടാം. നിർത്താം. ഇനി ഒന്ന് തണുക്കണം. ചൂടോടുകൂടി നമ്മള് തൈര് ചേർക്കുന്നില്ല. ഒന്ന് തണുത്തിട്ട് നമ്മള് തൈര് ഒഴിക്കുക. തണുത്ത് ഓക്കെ. അതൊന്ന് പറ്റി അതല്ലേ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് നമുക്ക് വേണ്ട അളവിന് വെള്ളം ചേർക്കാം. ഇനി ചേർത്താലും കുഴപ്പമില്ലല്ലേ? അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ അളവിന് ചേർക്കാം. ലൂസാക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് തൈര് ചേർക്കാം. തൈര് പറഞ്ഞ പോലെ പുളി വേണമെങ്കിൽ ചൂടോടുകൂടി തൈരിട്ട് അതെ, ചൂടോടുകൂടി ചേർക്കരുത്, തണുത്തിട്ട് ചേർക്കുക. പിന്നെ പുളി ആവശ്യം നമുക്ക് എത്ര പുളി വേണമെങ്കിൽ കുറച്ച് ചേർക്കുക. അതല്ല നമുക്ക് കുറച്ച് കുറഞ്ഞ പുളിയാ മതിയെങ്കിൽ ആ രീതിക്ക് ചേർക്കുക. അങ്ങനെ ചേർത്താൽ മതി. നമ്മുടെ പിണ്ടി കിച്ചടി അല്ലേ? അതെ, പിണ്ടി കിച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതെ, ഞാനല്ല ഇപ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ ദേവജിക്ക് 2 മക്കളാണ്, മോന് ഋഷികേഷും ശ്രീതയാണ് നമുക്കായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രീത ഞാൻ വിളിക്കാൻ പോകണം. ശ്രീത, കമോൺ, ഓടിവാ, ഡാഡി വാ. അപ്പോൾ ശ്രീത, ഇതാണ് ശ്രീത. ഇവിടെ ഉണ്ടാക്കാറുണ്ടോ അമ്മ പിണ്ടി കിച്ചടി? ഉണ്ടാക്കും, ഉറക്കം പറ. ഉണ്ടാക്കും. അപ്പം ശ്രീതയുടെ അല്ലെങ്കിൽ ദേവജിയുടെ ഹസ്ബൻഡ് ഡോക്ടർ വിനോദ്, ഡോക്ടറും നല്ല കുക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഡോക്ടർ നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിൽ ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ശ്രീതയാ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ദേവജിന്റെ മുഖത്തൊരു പേടി കേട്ടോ. ആരും കൂടെ വരും. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കി പറ. സൂപ്പറാണ് കേട്ടോ. എന്നാ ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാന് പോവാണ്. എനിക്ക് നോക്കിയിട്ട് പാകത്തിന് എരിവാണ്. കുഞ്ഞായതുകൊണ്ട് ഈ എരിവ് പാകത്തിനാണ്. വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറയ്ക്കാം. അത് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക്. പിണ്ടിയുടെ ടേസ്റ്റോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കടുകിന്റെ ടേസ്റ്റ് ഇതിനകത്തുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ചോറ് കൂട്ടി കഴിക്കാം അല്ലേ? തന്നെ അല്ലാതെ കഴിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ ശ്രീത, അപ്പൊ എല്ലാവരോടും ഒരു ബൈ ബൈ പറഞ്ഞ നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടുവിട്ടെന്ന് പറ. കണ്ടുവിട്ടു. അപ്പം നന്ദി, നമസ്കാരം.